എന്തായാലും അനീഷ് ആള് കൊള്ളാം കേട്ടോ. തെക്ക് വടക്ക് നടക്കുന്നുണ്ടെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർ വിചാരിച്ച അതേ കാര്യങ്ങളാണ് ഇന്ന് മോർണിംഗ് ടാസ്കിൽ പറയുന്നത്. അനീഷിനാണ് ഇന്ന് ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് കൊടുത്തത്. വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ശത്രുവിനെയും മിത്രത്തെയും പറയണം, അതുപോലെ അവരുടെ ഗെയിം പ്ലാൻ ബോർഡിൽ എഴുതുകയും വേണം. അങ്ങനെ ആദ്യം തന്നെ അനീഷ് പറയുന്നത് ജിസേലിനെ കുറിച്ചാണ്. ജിസേലിന് പിന്നെ ഹിന്ദി ബിഗ് ബോസിൽ പോയത് കൊണ്ട് തന്നെ ഈ ഗെയിമിന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ അറിയാമെന്ന് പറയുന്നു. പിന്നെ ജിസേലിന്റെ മിത്രം എന്ന് പറയുന്നത് ആര്യൻ, ശത്രു എന്ന് പറയുന്നത് അനു എന്ന് പറയുന്നു. പിന്നെ പറയുന്നുണ്ട് ജിസേലിന് നന്നായിട്ട് അറിയാം ഇവിടെ എന്തായിരിക്കും ക്യാമറ ക്യാപ്ചർ ചെയ്ത് പുറത്തേക്ക് വിടുക എന്നുള്ളത്. അതുകൊണ്ട് പുള്ളിക്കാരി സൗഹൃദമായാലും എന്ത് തന്നെയായാലും ഉണ്ടാക്കി കൂട്ടുന്നതാണെന്നാണ് അനീഷ് പറയുന്നത്. പിന്നെ പറയുന്നത് അനുവിനെ കുറിച്ചാണ്. അനുവിൻ്റെ മിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അനുവിന് ഓരോ ദിവസവും ഓരോരോ മിത്രങ്ങളാണ്. കാരണം ഇടയ്ക്ക് ഓരോരുത്തരത്തും മാറി മാറി പോകുന്നത് കാണാമെന്ന് അനീഷ് പറയുന്നു. അതിനുശേഷം അഭിലാഷിൻ്റെയും ഒനീലിൻ്റെയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണെന്ന് പറയുന്നു. അത് കാണുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തോന്നാറുണ്ടെന്നും പറയുന്നു. പിന്നീട് പറയുന്നത് പ്രവീണിനെ കുറിച്ചാണ്. പ്രവീൺ ഈ പറഞ്ഞ പോലെ ആരടുത്തും ഡയറക്റ്റ്ലി പോയി സംസാരിക്കാനുള്ള ധൈര്യമില്ല. അവിടെ ഇവിടെയൊക്കെ പോയി കുശുകുശുക്കുന്നതാണ് അധികം കാണാറ്. അനീഷിനെയാണ് പ്രവീൺ ഒരു പോരാളിയായിട്ട്, അതായത് ശത്രുവായിട്ട് കാണുന്നതെന്ന് പറയുന്നു. അതിനുശേഷം ആദിലയും നൂറയുടെയും ആ ഒരു ബോണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. അവരുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് പുറത്തിറങ്ങിയാലും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് അത് കാണുമ്പോഴും പുള്ളിക്കാരൻ നല്ല ഹാപ്പി ആയിട്ട് തോന്നാറുണ്ടെന്ന് പറയും. പിന്നെ പറയുന്നു അക്ബറുടെ മിത്രം എന്ന് പറയാൻ പറ്റുന്ന അപ്പാനിയായിരുന്നു. അപ്പോൾ അപ്പാനി പുറത്തു പോയതിനു ശേഷം ഷാനവാസുമായിട്ട് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ അക്ബർ എന്ന് പറയുന്നുണ്ട്. കോണ്ടന്റ് ഉണ്ടാക്കാനും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. പിന്നെ മസ്താനിയുടെ മിത്രം ലക്ഷ്മി രണ്ടുപേരും കുതന്ത്രത്തിൽ ഒരേതുപോലെ ആയതുകൊണ്ട് തന്നെ രണ്ടും നല്ല ചേരേണ്ടത് ചേർന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പറയുന്നു. പിന്നെ ആര്യൻ്റെ കാര്യം പറയുന്നു. ആര്യൻ വെറുതെ ജിസേലിൻ്റെ ഒരു കോംബോ പിടിച്ച് നടക്കുകയാണ്. പുള്ളിക്കാരൻ പുറമെ നല്ല സ്വഭാവമാണ്, പക്ഷേ ഇതിനകത്ത് ഒരു കോംബോ പിടിച്ച് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. അതിനുശേഷം അനീഷിൻ്റെ സുഹൃത്തായിട്ട് പറയുന്ന ഷാനവാസിനാണ്. ഇത് കേട്ടപ്പോൾ ഷാനവാസിന് ഒരുപാട് സന്തോഷമായി. പിന്നെ ആര്യൻ്റെ ശത്രു എന്ന് പറയുന്നത് അനീഷാണ്. അത് അനീഷിനെ പറഞ്ഞത് ആര്യന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ റെനയുടെ മിത്രം ജിസേൽ അങ്ങോട്ട് ചാടാൻ പറഞ്ഞാലും ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാലും റെന അത് കേൾക്കും. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അനീഷ് പറയുന്നു. പിന്നെ പറയുന്നു ലക്ഷ്മിയുടെ കാര്യം. മസ്താനിയും ലക്ഷ്മിയും നല്ല മാച്ചാണ്. ഇവർ മൈക്ക് മാറ്റി വെച്ച് രാത്രി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്ന്.